നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മലയാളി മീൽസ് ആൻഡ് മൈൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും മലയാളികളുടെ വൈറലായ വൈറൽ ഫിഷ് ഫ്രൈ ആണ്. നിങ്ങളൊരു പക്ഷേ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ ഒരു ചെറിയ ട്രൈ ആണ്. നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുക. നമുക്കപ്പം കുക്കിങ്ങിലേക്ക് പോകാം. ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ പാൻ ചൂടാക്കരുത്. ചൂടാകാത്ത പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു 4-5 ക്ലോവ് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത ശേഷം നമ്മൾ ഈ മസാല വഴറ്റുക. മസാല വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്പം കുരുമുളക് പൊടി, അല്പം ക്രഷ്ഡ് ചില്ലി, ഒരു പിടി കറിവേപ്പില. നന്നായി വഴറ്റുക. ഏകദേശം നമുക്ക് 1 മിനിറ്റോളം ഇത് വഴറ്റാം. നന്നായി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സായ ശേഷം നമ്മുടെ സ്റ്റൗവിൻ്റെ തീ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല എല്ലായിടത്തും പിടിക്കത്തക്ക വണ്ണം നമ്മൾ മസാല അതിലേക്ക് കോട്ട് ചെയ്യുക. നമ്മൾ നന്നായിട്ട് ഈ മസാലയെല്ലാം ഈ ഫിഷിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു ഏകദേശം ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇത് സാൽമൺ ആയതുകൊണ്ട് അധികം നമുക്ക് കുക്ക് ചെയ്യേണ്ട വരികയില്ല. ഏകദേശം 4 മിനിറ്റ് നമ്മൾ ഒരു വശം കുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫിഷ് തിരിച്ചിട്ടിട്ടുണ്ട്. ഈ സൈഡും ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ കുക്ക് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ, നല്ല പരിപ്പ് കറിയുടെയും മോരിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ രുചികരമാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തന്നെ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെയും കൂടെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. താങ്ക് യു.